നമസ്കാരം. സൗദി അറേബ്യയിലേക്ക് പോകുന്നവർ ബാഗിൽ എന്തൊക്കെ കൊണ്ടുപോകാൻ പാടില്ല എന്നത് സംബന്ധിച്ച് ഹജ്ജ് ഉംറ മന്ത്രാലയത്തിന്റെ അറിയിപ്പ് വന്നിരിക്കുകയാണ്. വിശുദ്ധ റമദാൻ മാസമായതിനാൽ തീർത്ഥാടനത്തിന്റെ ഭാഗമായി കൂടുതൽ പേർ സൗദിയിലേക്ക് വരുന്ന സാഹചര്യത്തിലാണ് ഇത്. തീപിടിക്കുന്ന ഒരു വസ്തുവും ബാഗിലോ ലഗേജിലോ ഉണ്ടാക്കാൻ പാടില്ല. വ്യാജ നോട്ടുകൾ, കൃത്യമായ രേഖകളില്ലാത്ത മരുന്നുകൾ, നിരീക്ഷണ ഉപകരണങ്ങൾ, റഡാർ ഡിറ്റക്ടർ, തോക്ക്, ലേസർ പേന, ഒളിക്യാമറകൾ എന്നിവയും ബാഗിൽ ഉണ്ടാകരുത്. ഇതിൽ ഏതെങ്കിലും വസ്തു ബാഗിൽ പരിശോധനയിൽ കണ്ടെത്തിയാൽ യാത്ര മുടങ്ങും. മാത്രമല്ല, നിയമ നടപടികളും നേരിട്ടേക്കാം. ഏത് തരത്തിലുള്ള ബാഗുകളാണ് ഉപയോഗിക്കേണ്ടത് എന്ന നിർദ്ദേശവും മന്ത്രാലയം നൽകിയിട്ടുണ്ട്. ലക്ഷക്കണക്കിന് പേരാണ് ഉംറ തീർത്ഥാടനത്തിന് മാത്രമായി സൗദിയിലേക്ക് ഈ മാസം എത്തുന്നത്. റമദാന് മുൻപ് സൗദിയിൽ തീർത്ഥാടനത്തിനെത്തിയവരുണ്ട്. കൂടാതെ റമദാൻ തുടങ്ങിയ ശേഷവും ഓരോ ദിവസവും ആയിരക്കണക്കിന് ആളുകളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. റമദാനിലെ പുണ്യം കരസ്ഥമാക്കുക എന്ന നിലയ്ക്കാണ് കൂടുതൽ പേർ എത്തുന്നത്. കേരളത്തിൽ നിന്നടക്കം ട്രാവൽ ഏജൻസികൾക്ക് കീഴിലാണ് ഉംറ തീർത്ഥാടനത്തിന് വേണ്ടി ആളുകൾ മെക്കയിലേക്കും മദീനയിലേക്കും പോകാറുള്ളത്. ഏതെങ്കിലും ഒരാളുടെ അശ്രദ്ധ കാരണം എല്ലാവരുടെയും യാത്ര അവതാളത്തിലാണ്. അതുകൊണ്ട് തന്നെ സൗദി ഹജ്ജ് ഉംറ മന്ത്രാലയം നൽകുന്ന നിർദ്ദേശങ്ങൾ തീർത്ഥാടകർ പാലിക്കേണ്ടത് നിർബന്ധമാണ്. മരുന്നുകൾ കഴിക്കുന്നവർ അംഗീകൃത ഡോക്ടർമാരുടെ കുറിപ്പടി ഇല്ലാതെ മരുന്ന് മാത്രം കൊണ്ടുപോകാൻ പാടില്ല. ഏപ്രിൽ പകുതിയോടെ ഉംറ തീർത്ഥാടനത്തിനുള്ള വീസ സൗദി അറേബ്യ നിർത്തിവെക്കുന്നതാണ്. പിന്നീട് ഹജ്ജിനുള്ള ഒരുക്കങ്ങളിലേക്ക് മന്ത്രാലയം കടക്കും. 20 ലക്ഷത്തിലധികം പേരാണ് ഹജ്ജിന് മാത്രം മെക്കയിലെത്തുക. അതുകൊണ്ട് തന്നെ ഈ വേളയിൽ ഉംറ തീർത്ഥാടകരെ അനുവദിക്കുന്നതല്ല.